പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഒരുമിച്ചായിരിക്കാം. ഈ ദൈവത്തിൻ്റെ വചനം നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൻ്റെ കാലിനും ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലൂടെ ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ പാതയ്ക്ക് ദൈവത്തിൻ്റെ വചനമാണ് പ്രകാശമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി തരുന്നുണ്ട്. നാം എങ്ങനെ ഈ ലോകത്തിലായിരിക്കണം, നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഏത് ചെയ്താൽ അതിൻ്റെ ദോഷ ഗുണഫലങ്ങളെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു ദൈവവേദൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ രക്ഷിക്കപ്പെടുന്ന നാൾ തൊട്ട് അവനൊരു ഓട്ടക്കളത്തിലാണ്. ഒരു ദൈവവേദൻ്റെ ജീവിതത്തെ ഒരു വലിയ ഓട്ട മത്സരത്തോട് ആണ് സാമ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ലോകത്തിലൊരു ഓട്ട മത്സരം തുടങ്ങിയാൽ അതിനൊരുപാട് നിർദ്ദേശങ്ങൾ, അതിനൊരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഓടണം, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണ്, അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് എവിടെയാണ്, അതിൻ്റെ ട്രാക്ക് ഏതാണ്. ട്രാക്ക് തെറ്റി ഓടിയാൽ ഒരിക്കലും എത്ര മുൻപിൽ ചെന്നാലും ജയിപ്പാൻ കഴിയത്തില്ല. എങ്ങനെ പിന്നെ അവരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണാം. അതുപോലെയാണ് വിശുദ്ധ വേദപുസ്തകം ഒരു ദൈവ പൈതലിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം എങ്ങനെ ഓടണമെന്നുള്ളതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി തരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചും അതനുസരിച്ചും നാം നമ്മുടെ ക്രിസ്തീയ ഓട്ടം ഓടിയാൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കുവാൻ കഴിയും. അനേക വിശ്വാസ വീരന്മാർ, ഓട്ടം തുടങ്ങിയവർ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ നന്നായി എത്തുവാൻ കഴിയാതെ വീണുപോയ അനേക അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ വേദപുസ്തകത്തിൽ. എന്നാൽ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടിയാൽ നമുക്ക് ദൈവവചനപ്രകാരം നമുക്ക് ഓടിയാൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കും. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു വിശ്വാസി തൻ്റെ ഓട്ടം എങ്ങനെ ഓടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള 5 വിധമാകുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രിയപ്പെട്ട ദൈവമക്കളെ പിന്നിലുള്ളത് എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് പിന്നിലുള്ളതായ കാലഘട്ടമാണ് പിൻപിലുള്ളതെന്ന് പറയുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്ന് പല ആചാരാനുഷ്ഠാനങ്ങളിലും പല ജീവിതത്തിൻ്റെതായ ചര്യകളിലൂടെയൊക്കെയും ആണ് നാം കടന്നു പോകുന്നത്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. ഹല്ലേലൂയ. അന്ന് തൊട്ടാണ് നമ്മുടെ ക്രിസ്തീയ ഓട്ടം ആരംഭിക്കുന്നത്. അപ്പം നാം കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനെ എല്ലാം നാം മറന്നുകൊണ്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. അതിനെ നാം ചിന്തിച്ചു, അതിലേക്ക് നാം പിന്നിലുള്ളതിലേക്ക് നമ്മുടെ ഹൃദയം ആഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഓടാൻ കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട എക്സാമ്പിൾ കാണുവാൻ കഴിയുന്നുണ്ട്, ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്നു. അബ്രഹാമിനോടൊപ്പം ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാലും ജീവിതയാത്രയിൽ അബ്രഹാമും ലോത്തും തമ്മിൽ അകന്നു പോകുവാനിടയായി തീർന്നു. ലോത്ത് ചെന്ന് കുടാരമടിച്ചത് സോതോമിലാണ്. സോതോം എന്ന് പറയുന്നത് വളരെയധികം പാപം നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. എന്നാൽ ആ പാപം നിറഞ്ഞ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ 2 പേരെ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ദൂതന്മാരവിടെ കടന്നു വന്നിട്ട് സോദോം പട്ടണം നശിപ്പിക്കുന്ന കാര്യം സംസാരിച്ചപ്പോൾ നമുക്കറിയാം, അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ കുറിച്ച് പറയും, ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം ദൂതന്മാർ പിന്നെ ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ലോത്തിനെയും കുടുംബത്തെയും ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ഓടിപ്പോകുവാൻ പറയുന്ന ഈ പട്ടണം വിട്ട്, ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം പാപം പെരുകിയതുകൊണ്ട് ദൈവം ആ പട്ടണത്തെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ
ഭക്തനെ അവിടെ നിന്ന് കർത്താവ് വിടുവിക്കേണ്ടതിന് തീരുമാനിച്ചു. എന്നാൽ അവർ ഓടിപ്പോയ യാത്രയിൽ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. തിരിഞ്ഞു നോക്കരുതെന്ന് ദൂതൻ പറഞ്ഞ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുവാനിടയായി തീർന്നു. ഇന്നും യെരുശലേമിൽ പോകുന്നവർക്ക് അത് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് അവൾ ഉപ്പ് തൂണായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓടുവാൻ കഴിയാതെ വണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ അവൾ ഉണ്ടാക്കിയെടുത്തതായ എല്ലാത്തിനെയും വിട്ടു പോകുന്നല്ലോ എന്നുള്ളതായ ഒരു ചിന്ത, രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത്, പിൻപിലുള്ളതിനെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചത് കൊണ്ട് അവൾക്ക് ഓടാൻ കഴിയാതെ വണ്ണം അവൾ തിരിഞ്ഞു നോക്കി. അവൾ അങ്ങനെ അവിടെ ഒരു ഉപ്പ് തൂണായി എല്ലാവർക്കും മുൻപിൽ ഇന്നും നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം വിളിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തത് നാം മുന്നോട്ട് ഓടുന്നതിന് വേണ്ടിയാണ്. പിൻപിലുള്ളതിനെ, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനെ നാം വിട്ട് മുന്നോട്ട് ഓടണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ടോടണം. നമ്മുടെ മുൻപിൽ എന്താണുള്ളത്? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഒരു നിത്യരാജ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവൻ തന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ കടന്നു പോകുന്നു, ഞാൻ പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ആ കർത്താവ് തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയ കർത്താവ് ആ മുഖത്തേക്ക് നോക്കി, അവിടെ അതാണ് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത്. അവിടെ എത്തേണ്ടതിനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതായ ആ ഓട്ടം നന്നായി ഓടുവാൻ കഴിയാതെ വണ്ണം തടസ്സം ചെയ്യുന്ന എല്ലാ അവസ്ഥകളെയും നാം വിട്ടുകൊണ്ട് നാം മുന്നോട്ട് കർത്താവിന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയെ ഓർത്തുകൊണ്ട് നാം ഓടണം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മുടെ പിന്നിലുള്ളതിനെയെല്ലാം നാം മറക്കേണ്ടിയിരിക്കുന്നു. ഓട്ടത്തിന് തടസ്സമായി എന്തൊക്കെയുണ്ടോ ജീവിതത്തിൽ അതിനെയെല്ലാം നാം അവിടുന്ന് മാറ്റിക്കളയേണ്ടതാണ്. ഹല്ലേലൂയ. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവളെ പിൻപിലോട്ട് വലിച്ചു. അവിടെ ചിന്താമണ്ഡലങ്ങൾ, അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് അവൾ ഓർത്തു. അവിടെ ഓട്ടത്തിനത് തടസ്സമായിരുന്നു. അതുപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം വലിയൊരു രാജ്യം ഒരുക്കുന്നുണ്ട്, ഒരു വലിയ നിത്യത ദൈവം ഒരുക്കുന്നുണ്ടെന്നുള്ളതായ ഒരു പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ടോടാം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുന്നത് സകല ഭാരവും പാപവും വിട്ട് നാം ഓടണം. ഇബ്രായ ലേഖനത്തിൽ നമുക്ക് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോഴും, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും സകല പാപവും വിട്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. ഓടേണ്ടതിന് നാം സകല ഭാരവും സകല പാപവും വിടണം. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ഭാരം നമ്മുടെ ഓട്ടത്തിന് തടസ്സമാണ്. നമുക്കറിയാം, ഓട്ട മത്സരക്കാർ ഓടുമ്പോഴും അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒരെണ്ണമാണ്, അവർ ഭാരം എടുത്തുകൊണ്ട് അവർക്ക് ഓടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു വലിയൊരു ഹെവിയായുള്ള ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ട് അവർക്ക് ഓട്ട മത്സരത്തിൽ ഓടാൻ കഴിയത്തില്ല. അവരുടെ കരങ്ങളിൽ ഒരു ബാഗ് ഒന്നും വെച്ചവർക്ക് ഓടാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും വെയിറ്റ് എടുത്തുകൊണ്ട് ഭാരമെടുത്തുകൊണ്ട് ഓടാൻ കഴിയത്തില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതയാത്രയിലും ഒരുപാട് ഭാരങ്ങൾ അലട്ടുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. കുടുംബത്തിൻ്റെ ഭാരം, കുഞ്ഞുങ്ങളുടെ ഭാരം, ജീവിതത്തിൽ ഉപജീവനമാർഗത്തിൻ്റെ ഭാരം, ഇങ്ങനെ ഒന്ന് മാറി ഭാരങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് നാം. എന്നാൽ ആ ഭാരം നാം എടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്താൽ നമുക്കൊരു നല്ല ക്രിസ്തീയ ഹല്ലേലൂയ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ കഴിയത്തില്ല.
ഓട്ടത്തിൻ്റെ ഹല്ലേലൂയ ക്രിസ്തീയ ഓട്ടത്തിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഭാരം ഓട്ടത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം നാം എടുത്തു മാറ്റി കളയണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചു കൊടുക്കുക. കർത്താവ് നമ്മുടെ ഭാരം ചുമക്കാനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ കടന്നു വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഭാരം ചുമക്കുന്ന വ്യക്തികളുടെ ഭാരം ചുമക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും നല്ലൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ്റെ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഏതെങ്കിലും രീതിയിൽ വേറൊരുവന് ഒരു ഭാരം വെച്ചു കൊടുക്കാൻ മാത്രമേ തയ്യാറാകത്തുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ്, അരുമനാഥനായ കർത്താവ് നമ്മോട് പറയുന്നത് നിന്റെ ഭാരം നീ എൻ്റെ മേൽ വയ്ക്കുക. ഹല്ലേലൂയ. ലോകത്തിലുള്ള വിവിധ തരത്തിൽ നമ്മെ അലട്ടുന്നതായ ഭാരങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നാം വെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നായി ഓടാം. നമ്മുടെ ഭാരത്തെ നാം മാറ്റിക്കളയണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് അതിനോടൊപ്പം തന്നെ ഉള്ളതാണ് പാപം. അത് മുറുകെ പറ്റുന്ന പാപം. ഈ മനുഷ്യ ജീവിതത്തിൽ നാം വിട്ടാലും നമ്മെ വിടാത്ത അനേക പാപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ഒരു പക്ഷേ അത് കൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്തത് ആണ്. മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു പാപമാണ്. പാപങ്ങൾ അനേകമുണ്ട്. ജഡത്തിൻ്റെതായ പാപങ്ങൾ, കോപം, ക്രോധം. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് അതിഷ്ടമല്ലെങ്കിൽ പോലും പലപ്പോഴും അത് നമ്മെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നതായ പാപങ്ങളാണ്. എന്നാൽ ആ പാപത്തെ നാം വിടണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആ പാപമൊന്നും വാസ്തവമായി നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. നാം രക്ഷിക്കപ്പെടുന്നെങ്കിലും നമ്മുടെ ജഡമായിട്ട് തന്നെ ഇരിക്കുകയാണ്. നാം പാപങ്ങൾ നമ്മളിലുണ്ട്. എന്നാൽ ആ പാപത്തെ ജയിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള പാപങ്ങളെ ജയിക്കേണ്ടതിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരു കോപമുള്ള വ്യക്തിയാണെങ്കിൽ അപ്പാ ഹല്ലേലൂയ, എനിക്ക് തന്നെത്താൻ ഈ കോപത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഞാൻ അങ്ങയുടെ കരങ്ങൾ ഇതിനെ തരുന്നു. അങ്ങ് ഇതെന്നിൽ നിന്ന് മാറ്റി തരണമേ. ഇതെൻ്റെ ക്രിസ്തീയ ജീവിത യാത്രയിലെ ഓട്ടത്തിന് ഇത് തടസ്സമാണ് കർത്താവെ. അതുകൊണ്ട് ഇതെന്നിൽ നിന്ന് ഈ മുറുകെ പറ്റുന്ന ഈ പാപത്തെ അങ്ങ് മാറ്റി തരണമേ എന്ന് നാം ദൈവസന്നിധി നിലവിളിച്ചാൽ, നാം കണ്ണുനീരോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആ വിഷയത്തിലേക്ക് കടന്നു ചെന്നാൽ കർത്താവ് തീർച്ചയായിട്ടും അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ സൗമ്യത കൊണ്ട് നമ്മെ കർത്താവ് നിറയ്ക്കുവാനിടയായിത്തീരും. ആ കോപത്തെ കർത്താവ് മാറ്റിയെടുത്ത് കളയുവാനിടയായിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ പാപങ്ങൾക്കുമേലും നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അതിനെ മാറ്റിക്കളയുവാൻ നമുക്ക് കർത്താവ് നമ്മെ സഹായിക്കും. നാം അതിന് മുതിരുന്നാൽ പലപ്പോഴും നാം ദൈവമക്കൾ ഹല്ലേലൂയ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാം മുൻതൂക്കം കൊടുക്കാത്ത അവസ്ഥകളുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് നാം കൂടുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടുതലായി ചെയ്യേണ്ടത് നമ്മളെ ഇങ്ങനെയുള്ളതായ നമ്മെ മുറുകെ പിടിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തെ തകർത്ത് കളയുന്ന നല്ലതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്താതെ വണ്ണം നമ്മെ തടസ്സം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മിൽ നിന്ന് ഒന്നൊന്നായി നീക്കി കളയേണ്ടതിന് വേണ്ടിയാണ് നാം ആക്ച്വലി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അത് തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ഹല്ലേലൂയ സക്സസ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഹല്ലേലൂയ വിട്ട് നമുക്ക് ഓടണം. പാപവും ഭാരവും വിട്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നല്ലതായിട്ട് നമുക്കൊരു ക്രിസ്തീയ ജീവിത ഓട്ടം ഓടിയെത്തുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് നമ്മുടെ ദ്രവ്യാഗ്രഹം വിട്ടോടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന എല്ലാ ദോഷത്തിനും കാരണമാണ്. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യത്തോടുള്ള ആഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം. ഒരു പണം നമുക്കുണ്ടെങ്കിൽ അത് പാപമല്ല, പക്ഷെ അതിനോടുള്ള നമ്മുടെ ആഗ്രഹമാണ് പാപം. എന്ത് ചെയ്തും എങ്ങനെ ചെയ്തും പണം നമുക്കുണ്ടാക്കുക,
എത്ര കിട്ടിയാലും നമുക്ക് മതി വരാത്ത ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സാണ് നമുക്കെങ്കിൽ നമ്മുടെയൊക്കെ നല്ലൊരു ക്രിസ്തീയ ജീവിതം ഓടുവാൻ കഴിയത്തില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. സകല ദോഷത്തിനും കാരണമാണ് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹത്തിൻ്റെ അകത്ത് വീണു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മടങ്ങി വരുവാൻ വലിയ പ്രയാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അനേക ഭക്തന്മാർ ആയിട്ട് ജീവിച്ച ആളുകൾ ഒക്കെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉള്ളിൽ വീണിട്ട് തകർന്നു പോയതായിട്ടുണ്ട്. എന്നാൽ ആ ഒരു കണിയിലും കുടുക്കിലും അകപ്പെടാതെ വണ്ണം നമുക്ക് പണത്തോടുള്ള ഹൃദയത്തിൻ്റെ ആ ആഗ്രഹത്തെ നാം മാറ്റിയെടുക്കേണ്ടതിന് നാമം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം ജോലി ചെയ്തോ വേല ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് കിട്ടിയ സ്വത്തുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് മാനുഷികമാകുന്ന രീതിയിൽ സമ്പത്തുകൾ ഉണ്ടെങ്കിൽ ആ സമ്പത്ത് ഒരു പാപമല്ല. പക്ഷേ ആ സമ്പത്തിനോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും വാഞ്ചയുമാണ്. ഇനിയും എനിക്ക് വേണം, ഇനി എനിക്ക് വേണം, ഇങ്ങനെയുള്ളതായ ആ ഒരു ആഗ്രഹം, എത്ര കിട്ടിയാലും മതി വരാത്ത ആ ഒരു അനുഭവം, അതൊരു ദൈവവൈദ്യന് ഒരിക്കലും ഹല്ലേലൂയ നല്ല ഓട്ടം, ക്രിസ്തീയ ഓട്ടം ഓടുവാൻ ഹല്ലേലൂയ അവനെ സഹായിക്കുന്ന ഒരു കാര്യമല്ല. അതവനെ തകർത്ത് കളയുന്നതായ ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. 2 പേര് ഒരു ഓട്ട മത്സരത്തിൽ ഏർപ്പെട്ടു. സ്തോത്രം. 2 പേരും നന്നായി ഓടി. എന്നാൽ ഇവരുടെ ഈ ഓട്ടം കണ്ടിട്ട് കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, കാണികളായി നിൽക്കുന്ന ആൾക്കാർ ഓരോ സിൽവർ കോയിനും ഗോൾഡ് കോയിനും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നവർക്ക്. അപ്പോൾ ആ ഗോൾഡ് കോയിനും സിൽവർ കോയിനും ഒക്കെ ഇങ്ങനെ വീണപ്പോൾ അവർ 2 പേരും അത് പറക്കിയെടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഒരു മനുഷ്യൻ 2-3 എണ്ണം പറക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോവുകയാണ്, എനിക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ കഴിയുന്നില്ല, എൻ്റെ ടൈമർ വെച്ചിട്ടുണ്ട്, ടൈം തീരാറായല്ലോ എന്ന് ഓർത്തു. എന്നാൽ മറ്റേ വ്യക്തി 1 കോയിൻ പറക്കി, 2 കോയിൻ പറക്കി, 3 കോയിൻ പറക്കി ഇങ്ങനെ ട്രാക്കിൽ നിന്ന് ദൂരെ പോയി. അങ്ങനെ അവനത് പറക്കിയെടുത്ത് അവൻ്റെ സഞ്ചിയിലിട്ടു. സഞ്ചിയിലിട്ടിട്ട് അവന് പറക്കിയെടുത്തിട്ട് ഓടുവാൻ നോക്കിയപ്പോഴും അവൻ്റെ സമയം തീരാറായി. 3-4 സെക്കൻഡേ ഉള്ളൂ. അവൻ ട്രാക്കിനോടടുത്തു. എന്നാൽ അവൻ ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ ഈ ഭാരം ഒരു സൈഡിൽ അവനെ ഒരു ഓട്ടത്തിന് തടസ്സമായിരുന്നു. അവൻ ഓടിയെത്തുവാൻ കഴിഞ്ഞില്ല. മറ്റേ ആദ്യത്തെ വ്യക്തി ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനും ഇടയായി തീർന്നു. ഈ വ്യക്തി ഓടിയെടുത്തപ്പോഴത്തേന് ആ ടൈം തീർന്നു. ആ ടൈമർ അത് ബെല്ലടിച്ച് തീർക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ ഓട്ടം കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റു പല രീതികളിലും നമുക്കിങ്ങനെ ഓരോ നന്മകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നാം അതിൻ്റെ പിന്നാലെ കടന്നു പോയിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചതായ ആ ഓട്ടം, സ്തോത്രം, അതിന് തടസ്സമായിട്ടുള്ളത് വാരിക്കൂട്ടി ഹല്ലേലൂയ നാം നിൽക്കരുത്. ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നാം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരണം. സ്തോത്രം. ഹല്ലേലൂയ. അനേകരങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. ദ്രവ്യാഗ്രഹം ഹല്ലേലൂയ സകലവിധ ദോഷത്തിനും കാരണമാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഒരു ദൈവപൈതലിനെ അകറ്റുന്ന ഒന്നാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തെ തടസ്സം ചെയ്യുന്ന ഒന്നാണ് ദ്രവ്യാഗ്രഹം. അനേക ഭക്തന്മാരെ ദ്രവ്യാഗ്രഹത്തിന് അടിപ്പെട്ട് തകർന്നു പോയിട്ടുണ്ട്. നാം പ്രാർത്ഥനയോടെ ഹല്ലേലൂയ, കർത്താവേ, ഞാൻ ഒരിക്കലും അങ്ങനെ ആയി തീരരുതേ എന്ന് നമ്മുടെ ആവശ്യങ്ങൾ അന്നൊന്നുള്ളത് ദൈവത്തോട് അറിയിച്ച് സ്തോത്രത്തോട് അറിയിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ നിറവേറ്റി തരുവാനിടയായിത്തീരും. പക്ഷെ ദ്രവ്യാഗ്രഹം, പണത്തോട് എത്ര കിട്ടിയാലും മതി വരാത്ത പണത്തോടുള്ള ആഗ്രഹം, ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ നൽകി തരല്ലേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു സക്സസ് ആയ ഹല്ലേലൂയ ഒരോട്ടം നമുക്ക് ഓടാം. സ്തോത്രം. അതിന് തടസ്സമായിട്ടുള്ള ദ്രവ്യാഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അകറ്റി മാറ്റി കളയാം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതായിട്ട് 4-മതായിട്ട് നാം ചിന്തിക്കുന്നത് വിഗ്രഹാരാധന വിട്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോഴും
ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. സ്തോത്രം. വിഗ്രഹം എന്ന് പറയുമ്പോൾ പ്രതിമയുണ്ടാക്കി അതിനെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് പല ക്രിസ്തീയ സമുദായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അത് വിഗ്രഹമാണെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. സ്തോത്രം. പ്രതിമയുണ്ടാക്കുന്നതിൻ്റെ പേരാണ് വിഗ്രഹം. പ്രതിമയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. അത് ഏത് പേരിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും പ്രതിമ തന്നെയാണ്. സ്തോത്രം. ആ പ്രതിമയുണ്ടാക്കി ആരാധിക്കുന്ന ദൈവത്തിനൊട്ടും ഇഷ്ടമല്ല. സർവശക്തനായ ദൈവം, സ്വർഗത്തിലും ഭൂമിയിലും അടങ്ങാത്ത ദൈവത്തിൻ്റെ പ്രതിമയോ രൂപമോ ഉണ്ടാക്കാൻ ആർക്കും കഴിയത്തില്ല. വിഗ്രഹാരാധന ദൈവത്തെ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ്. സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. സ്തോത്രം. വിഗ്രഹാരാധന, പ്രതിമയുണ്ടാക്കി ആരാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആരും കാണാത്ത പല വിഗ്രഹങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുറമേ നാം പലപ്പോഴും ദൈവമക്കളാകുന്ന നാം പുറമേയുള്ള വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ അകത്ത് പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അതും ഒരു വിഗ്രഹത്തിന് തുല്യമാണ്. സ്തോത്രം. ഹൃദയത്തിനകത്ത് ദൈവമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹം തന്നെയാണ്. അതെടുത്ത് മാറ്റിക്കളയണം. സ്തോത്രം. നാം അതിനെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു നല്ല ക്രിസ്തീയ ജീവിതം ഓടിത്തീർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് മക്കളായിരിക്കാം, ചിലർക്ക് സൗന്ദര്യമായിരിക്കാം. സ്തോത്രം. ചിലർക്ക് അവരുടെ ആരോഗ്യമായിരിക്കാം. സ്തോത്രം. ചിലർക്ക് മറ്റു പലതുമായിരിക്കാം. അവരുടെ ഹൃദയത്തിനകത്ത് അവർ വിഗ്രഹമായിട്ട് ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായിട്ട് വെച്ച് സൂക്ഷിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാം എടുത്തു മാറ്റിക്കളയണം. സ്തോത്രം. എടുത്തു മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായി നമ്മുടെ കർത്താവിന് നാം സമർപ്പിക്കണം. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് പൂർണ്ണമായി നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. സ്തോത്രം. നമുക്ക് വേണ്ടി ജീവൻ തന്നവനായ നമ്മുടെ കർത്താവ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടി ജീവൻ തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പാപത്തിൻ്റെ അന്ധകാരത്തിൽ ഒരു രക്ഷയുമില്ലാതെ സ്വർഗരാജ്യത്തിൽ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാതെ കിടന്ന മാനവജാതിയെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു മനുഷ്യൻ്റെ അവതാരമെടുത്ത് ഭൂമിയിൽ കടന്നു വന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ യാഗമായി തീർന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ദൈവമാണ്. ആ കർത്താവായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവനായ കർത്താവാണ്. സ്തോത്രം. നമുക്കെല്ലാമായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിനേക്കാൾ അധികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അതൊക്കെ നമുക്ക് മാറ്റാം നമ്മുടെ ഹൃദയത്തിനകത്തളത്തിൽ നിന്നും. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്തെ ആർക്കും കാണുവാൻ കഴിയത്തില്ലെങ്കിലും നമ്മുടെ നിലവുകളെയും നമ്മുടെ ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയത്തിനകത്ത് നിങ്ങൾ എന്തെങ്കിലും വെച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു മാറ്റിക്കളയാം. പൂർണ്ണമായി നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കാം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ഓട്ടം ഓടുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരിടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരുന്നു. ആ സമയങ്ങൾക്കെല്ലാം, ആ കാലഘട്ടങ്ങളിലെല്ലാം അവർക്ക് കഷ്ടങ്ങൾ, ജാതീയ രാജാക്കന്മാരവരെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവർ പിന്നെ ആ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി കഴിഞ്ഞ് പിന്നെയും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ജീവിതം അവരെ, സ്തോത്രം, അവർക്ക് ഹല്ലേലൂയ ഒരു സക്സസ് ആയ ജീവിതം നയിപ്പാൻ കഴിയാത്ത അനുഭവമായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നെല്ലാം എടുത്തു മാറ്റിയിട്ട് സ്തോത്രം ദൈവത്തിങ്കിലേക്ക് അടുത്ത് വന്നാൽ നമുക്ക് സക്സസ് ആയിട്ടൊരു ഓട്ടം ഓടുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത്, നാം ഓടേണ്ടതിന് യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്കത്
കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓടണം പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിയാൽ, സ്തോത്രം, കർത്താവിൻ്റെ ജീവിതം നമുക്കൊരു നല്ല മാതൃകയാണ്. അവൻ നല്ലൊരു മാതൃക നമുക്ക് വെച്ചേച്ച് പോയേക്കുന്നതാണ്, അവൻ്റെ ജീവിതമാണ്. നാം മറ്റുള്ള മനുഷ്യനെ നോക്കിയാൽ നമുക്കൊരു നല്ല ഓട്ടം ഓടുവാൻ നമുക്ക് കഴിയത്തില്ല, നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നാം നോക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. ലോകത്തിലുള്ള മനുഷ്യർക്കൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ ഒരു കുറവുകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ നോട്ടം മുഴുവനും നമ്മുടെ കർത്താവിങ്കലായിരിക്കണം. സ്തോത്രം. നമ്മുടെ കർത്താവാണ് പെർഫെക്റ്റായ ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ അനുകമ്പ, യേശുക്രിസ്തുവിൻ്റെ ദയ, യേശുക്രിസ്തുവിൻ്റെ കരുണ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ വിശേഷ ഗുണങ്ങൾ ഒരുപാടാണ്. സ്തോത്രം. ആ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഒരു ദൈവവൈതലിലേക്ക് പകർന്നു കിട്ടേണ്ടതാണ്. പലപ്പോഴും നാം മനുഷ്യരായിരിക്കുമ്പോൾ ആ ഒരു എല്ലാ സ്വഭാവങ്ങളും നമുക്ക് യേശുവിൻ്റേത് ലഭിപ്പാൻ കഴിയാതെ നാം അതിന് പലപ്പോഴും മെനക്കെടാറുമില്ല. എന്നാൽ നാം ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ പൈതലായി ഞാൻ തീർന്നു കഴിഞ്ഞതാണ്. അങ്ങനെ അങ്ങയുടെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് അങ്ങയുടെ മകനും മകളുമാക്കി തീർത്തതാണ്. അതുകൊണ്ട് അങ്ങയുടെ സ്വഭാവം എനിക്ക് നൽകിത്തരണമേ. സ്നേഹിപ്പാനുള്ള ഒരു കൃപ, ദയ, അനുകമ്പ, ഹല്ലേലൂയ, എല്ലാം. സ്തോത്രം. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതല്ല, നമ്മെ സ്നേഹിക്കാത്തവരെ നമുക്ക് സ്നേഹിക്കണം. സ്തോത്രം. ചിലരാണെങ്കിൽ ഹല്ലേലൂയ അവരോ ഒരേപോലുള്ള ആളുകളെ മാത്രം സ്നേഹിക്കും. എന്നെപ്പോലുള്ള ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ല, എന്നെ സ്നേഹിക്കാത്ത വ്യക്തികളെ ഞാൻ സ്നേഹിക്കണം. സ്തോത്രം. സ്നേഹമെന്ന് പറയുന്നത് കർത്താവ് സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിച്ചു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാകുന്ന ഒരു സ്നേഹം നമ്മളിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉയർന്നവനെന്നോ താണവനെന്നോ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യനെന്ന നിലയിൽ എല്ലാവരെയും സ്നേഹിപ്പാനുള്ളൊരു നല്ല ഹൃദയം നമുക്ക് ലഭിക്കണം. അനുകമ്പ, ദയ, കരുണ. സ്തോത്രം. ഒരു നേരത്തെ ആഹാരം കഴിപ്പാനില്ലാത്തവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. രോഗികളായി കിടക്കുന്നവരെ ചെന്ന് കാണണം. സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള യേശുക്രിസ്തുവിന് ഒത്തിരി സ്വഭാവ ഗുണങ്ങൾ, ഒത്തിരി സ്വഭാവം നമ്മുടെ കർത്താവിനുണ്ട്. അവൻ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. സ്തോത്രം. ദയ കൊണ്ട് നിറഞ്ഞ, കരുണ കൊണ്ട് നിറഞ്ഞ കർത്താവാണ്. ദരിദ്രരെ സ്നേഹിച്ച കർത്താവാണ്. ആ കർത്താവിൻ്റെ സ്വഭാവം പലപ്പോഴും നമ്മളിലും ദൈവമക്കളാണെങ്കിലും അതിൻ്റേതായ ഒരു പൂർണ്ണതയിൽ എത്തുവാൻ കഴിയാത്തൊരനുഭവം നമുക്കുണ്ട്. എന്നാൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ അങ്ങയുടെ പൈതലായി തീർന്നതുകൊണ്ട് അങ്ങയുടെ സ്വഭാവം എന്നിൽ പകർന്നു തന്ന് അങ്ങേപോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ നോക്കിക്കൊണ്ട്, യേശുവിൻ്റെ സ്വഭാവം പകർന്നുകൊണ്ട്, എൻ്റെ യേശു എന്ത് ചെയ്തു, എൻ്റെ യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനെ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻസ് കടന്നു വരുമ്പോൾ ഇവിടെ എൻ്റെ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നാം ചിന്തിക്കണം. സ്തോത്രം. അങ്ങനെ എല്ലാ സ്ഥാനത്തും നമ്മുടെ കർത്താവിനെ ഒന്ന് നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം ഒന്ന് ചിന്തിച്ചു നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് നല്ല ഒരു ഓട്ടം ഓടി തീർക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം അങ്ങനെ കർത്താവിനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ട് മാത്രം കടന്നു ചെല്ലുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഓരോ ക്രിട്ടിക്കൽ കാര്യങ്ങളും, ഓരോ ചെറിയ വിഷയങ്ങളും വലിയ വിഷയങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ കർത്താവായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ എന്നുള്ളതായ ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. അങ്ങനെ വേണം നാം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ. സ്തോത്രം. പലപ്പോഴും എന്നാൽ നമുക്കതിന് കഴിയാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കഴിയാതെ, എന്നെ കേൾക്കുന്നവരിൽ അങ്ങനെ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ വാസ്തവമായിട്ട് പിന്നെയും ഒന്ന് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരണം. കർത്താവ് എൻ്റെ ഓട്ടത്തിന് തടസ്സമായിട്ട് അതൊക്കെ നിൽക്കുകയാണെങ്കിൽ
ഞാൻ ഹല്ലേലൂയ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ ഹല്ലേലൂയ എനിക്ക് അഭിമുഖീകരിക്കാൻ എന്നെയും കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവായിരുന്നെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ എന്നുള്ളതായ ആ ഒരു ചിന്ത എന്നെ ഭരിപ്പാനിടയാക്കണം. അങ്ങേ ഹല്ലേലൂയ അവിടെ എന്ത് ചെയ്യുമായിരുന്നു, അത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ നാം ചെയ്തു കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം നമുക്ക് വിജയകരമായി ഓടുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, വെറുതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നാം ഇങ്ങനെ ജീവിക്കുന്നത് മാത്രമല്ല, സ്തോത്രം, അതൊക്കെ നമുക്ക് ആവശ്യമാണ്, അതാണ് നമ്മെ നടത്തുന്നത്. എങ്കിലും പലവിധ കാര്യങ്ങൾ ഹല്ലേലൂയ നാം സ്തോത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 5 വിധമാകുന്ന കാര്യങ്ങളാണ് ഇന്ന് നാം സംസാരിച്ചത്. സ്തോത്രം. ഒന്നാമതായി നാം ചിന്തിച്ചത് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് നാം ഓടണം. രണ്ടാമതായി നാം ചിന്തിച്ചത് സകല ഭാരവും പാപവും വിട്ട് നാം ഓടണം. മൂന്നാമതായിട്ട് ദ്രവ്യാഗ്രഹം വിട്ട് നാം ഓടണം. നാലാമതായിട്ട് വിഗ്രഹാരാധന വിട്ട് നാം ഓടണം. അഞ്ചാമതായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നാം ഓടണം. സ്തോത്രം. യേശു ക്രിസ്തു ഹല്ലേലൂയ അപമാനം അലക്ഷ്യമാക്കൊണ്ട് ഹല്ലേലൂയ ക്രൂശിനെ ധ്യാനിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ. പലപ്പോഴും അപമാനങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് അവനെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ഓടാം. നമുക്ക് സഹിപ്പാൻ കഴിയാത്തത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എൻ്റെ കർത്താവായിരുന്നതെങ്കിൽ എങ്ങനെ അത് സഹിച്ചേനെ. സ്തോത്രം. അതിനുള്ള കൃപ കർത്താവേ നീ എനിക്ക് തരണം. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ലൊരു ഓട്ടം ഓടണം. സ്തോത്രം. വെറുതെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് അല്ല, നമ്മുടെ ഹല്ലേലൂയ ഫിനിഷിംഗ് പോയിന്റിൽ നാം വിജയത്തോടെ എത്തുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സക്സസ്, അതിൽ വിജയമെന്ന് പറയുന്നത്. സ്തോത്രം. വഴിയിൽ നമ്മെ തകർത്ത് കളയേണ്ടതിന് ഒരുപാട് ശത്രുവിൻ്റേതായ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്തോത്രം. എന്നാൽ അതിനെയൊക്കെ ജയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. എനിക്കൊരു പാട്ടിൻ്റേതായ 2 വരികൾ ഓർമ്മ വരുന്നു. സ്തോത്രം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാൻ. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. പഴയ പാട്ടാണ്, ഒത്തിരി ലൈനുകൾ അതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പാപവും ഭാരവും വിട്ട് നമുക്ക് ഓടാം. സ്തോത്രം. അങ്ങുമിങ്ങും നോക്കി നിന്നാലും നമുക്ക് മുന്നിൽ എത്താൻ കഴിയത്തില്ല. സ്തോത്രം. പാട്ടുകാരൻ അതാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതെല്ലാം വിട്ട് നാം 5 കാര്യങ്ങളാണെന്ന് ചിന്തിച്ചത്. 5 കാര്യങ്ങളും വിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അതിനെ വിട്ടുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ടോടാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ നിത്യരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. അവിടെ നമുക്ക് എത്തിച്ചേരുന്ന തടസ്സമായിട്ടുള്ള സകല അവസ്ഥകളെയും ഹല്ലേലൂയ നമുക്ക് നമ്മളിൽ നിന്ന് മാറ്റിക്കളയാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളുടെയും ജീവിതത്തിൽ കർത്താവ് അതിന് ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ല. സ്തോത്രം. അനേക വിശ്വസ്ത വീരന്മാർ പട്ടുപോയ പോർക്കളമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ഭയത്തോടും ഭക്തിയോടും കൂടെ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടാം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും
കർത്താവ് അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഹല്ലേലൂയ സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ മഹത്വമേറിയ നാമത്തിനായി നന്ദി കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളുടെ മക്കളും അവകാശികളുമാക്കി തീർത്ത ഹല്ലേലൂയ അങ്ങ് ഓട്ടക്കളത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുകയാണ്. നല്ല വിജയകരമായ ഒന്നൊരു ക്രിസ്തീയ ഓട്ടം ഓടിത്തീരുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ തടസ്സമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയുമാറാകണമേ എന്ന് വീക്ഷിക്കുന്നു. അപ്പാ ഹല്ലേലൂയ അങ്ങയുടെ വരവാസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ പരിശുദ്ധ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സകല കേൾവിക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് വീക്ഷിക്കുന്നു. നല്ലൊരോട്ടം ഓടുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ തടസ്സപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ഹല്ലേലൂയ നല്ലൊരു ക്രിസ്തീയ ഓട്ടം ഓടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് വീക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനെയൊക്കെ ജയിപ്പാനുള്ള ദൈവകൃപ, തടസ്സം ചെയ്യുന്ന അനുഭവങ്ങളെയും ജയിപ്പാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തെരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓരോ ദിവസവും ഹല്ലേലൂയ അങ്ങിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടം ഓടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ട് അടിയനെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഹല്ലേലൂയ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.